ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ ക്ഷേത്ര ദർശനം അനന്തേശ്വര ക്ഷേത്രം, ഉടുപ്പി. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർണാടകയിലെ ഉടുപ്പിയിലാണ് അനന്തേശ്വര ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമനെ ലിംഗരൂപത്തിൽ ആരാധിക്കുന്ന സവിശേഷമായ ഒരു ക്ഷേത്രമാണിത്. പഠനങ്ങളനുസരിച്ച് പരശുരാമ ക്ഷേത്രത്തിൻ്റെ ഭാഗമായ നഗരം കടലിൽ നിന്ന് പരശുരാമന് അവകാശപ്പെട്ട പ്രദേശമാണെന്ന് പറയപ്പെടുന്നു. രാമഭോജൻ എന്ന രാജാവ് പരശുരാമനെ ഇവിടെ ആരാധിച്ചിരുന്നതായി ഐതിഹ്യങ്ങൾ പറയുന്നു. ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർ മാധ്വ ബ്രാഹ്മണരാണ്. കഴിഞ്ഞ 700 വർഷമായി മാധ്വാചാര്യർ രചിച്ച മാധ്വ സമ്പ്രദായ തന്ത്രസാര സംഗ്രഹ പ്രകാരമുള്ള പൂജകളും ആചാരങ്ങളുമാണ് ഇവിടെ നടക്കുന്നത്. ആലുപ്പാസിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ച ഈ ക്ഷേത്രം തുളുനാട് മേഖലയിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു. പരശുരാമൻ്റെ അനന്തേശ്വര ക്ഷേത്രം ചന്ദ്രമൗലീശ്വര ശിവക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഉടുപ്പിയിലെ അഷ്ടമഠങ്ങളിലൊന്നായ പുട്ടികെ മഠത്തിൻ്റെ അധീനതയിലാണ് അനന്തേശ്വര ക്ഷേത്രം. ജഗദ്ഗുരു ശ്രീ മധ്വാചാര്യ തൻ്റെ തത്വവാദ ലിപികളിൽ പലതും എഴുതുകയും അത് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ഭഗവാൻ വേദവ്യാസനോടൊപ്പം താമസിക്കാൻ ശ്രീ ബദരിക്ക് സ്ഥലം നൽകിയതും ഇവിടെയാണ്. കേരളത്തിലെ ക്ഷേത്രവാസ്തുവിദ്യകളിൽ നിന്നും ഒരുപാട് വിഭിന്നമാണ് ഇവിടുത്തെ ക്ഷേത്രവാസ്തുവിദ്യകൾ. ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനത്തിന് മുൻപേ അനന്തേശ്വര ശിവക്ഷേത്ര ദർശനം നടത്തണമെന്നാണ് പറയുന്നത്. അനന്തേശ്വര ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. ശ്രീ മാധ്വാചാര്യരുടെ പിതാവ് ഈ ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. തങ്ങൾക്ക് സന്താനം നൽകുന്നതിനായി ദേവനോട് പ്രാർത്ഥിച്ചു മാധവാചാര്യർ തൻ്റെ ശിഷ്യന്മാരെ ഇവിടെ പഠിപ്പിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. തപസ്സിനിടെ ഈ ക്ഷേത്രത്തിൽ മാധവാചാര്യർ അപ്രത്യക്ഷനായി എന്നും വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിലെ നന്ദദീപത്തിൽ എണ്ണ അർപ്പിക്കുന്നത് ഒരു പ്രധാന വഴിപാടാണ്. ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ കാണേണ്ടത് തന്നെയാണ്. എല്ലാം മരത്തിൽ കൊത്തിയെടുത്തിട്ടുള്ള അതിപുരാതനമായ വാസ്തുവിദ്യയാണ്. ഉടുപ്പിയിൽ അടുത്തടുത്ത് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ഒരു വലിയ നെല്ലിമരമുണ്ട്. നെല്ലിമരത്തിൽ മഹാവിഷ്ണുവിൻ്റെ വാസമാണെന്നാണ് പറയപ്പെടുന്നത്. ഉടുപ്പി ക്ഷേത്ര ദർശനത്തിന് വരുന്നതിന് മുൻപേ ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ വരുവാനായിട്ട്. മൂകാംബിക ദർശനത്തിന് ശേഷം ഞങ്ങൾ ഉടുപ്പിയിലും ദർശനം നടത്തി. അനന്തേശ്വര ശിവക്ഷേത്ര വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുമല്ലോ. ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഉടുപ്പിയിലെ മറ്റൊരു ക്ഷേത്ര ദർശന വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഹര ഹര മഹാദേവ്.